ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ വാഹനം എടുത്തു, അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ യാദൃശ്ചികമായിട്ട് നമ്മുടെ കമ്പനിക്കാർ തന്നെ നമുക്കൊരു കേക്കൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ടത് മുറിപ്പിച്ചു. നമുക്കത് കേൾക്ക് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്കത് വിതരണം ചെയ്യാനാണ്, വേറൊള്ള ആൾക്ക് കൊടുക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മളത് മുറിച്ച് കൊടുത്ത് അവർക്ക് തന്നെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മൾ കഴിച്ചിട്ടാ, നമ്മളൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് പറയാം. സാധാരണ ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പുതിയ വാഹനങ്ങളൊന്നും എടുക്കാറില്ല. വണ്ടിയോട് എനിക്കൊരു ഭയങ്കര ക്രേസാണ്. പ്രത്യേകിച്ച് നമ്മളൊരു വേറെ എല്ലാ അനാവശ്യമായിട്ടുള്ള ചിലവുകളോ അല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ലഹരി ഉപയോഗങ്ങളോ അല്ലെങ്കിൽ അത്രമായിട്ട് ഒരു ബന്ധവും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനോട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് വാഹനങ്ങളോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറേ വാഹനങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് അതിൻ്റെ പെട്രോൾ ചിലവും അതോടെ മെയിൻ്റനൻസ് ചിലവൊക്കെ കൂടുതലായപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കുറേ ഇതിന് മുമ്പ് കുറേ സെറ്റ് ചെയ്ത് ഒപ്പിട്ട് കൊടുത്താണ് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫൈനലായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റുകളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവർ വണ്ടിയുടെ ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് അവരതിൻ്റെ കീയുടെ ഡെമോ ഒക്കെ നമുക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ നമുക്കൊരു വലിയ പരിപാടിയല്ല അതെയാണ് ഇത് പോയിട്ടുള്ളത് കേട്ടോ. കാരണം നമുക്കൊരു സാധാരണ നമ്മളൊരു വണ്ടി എടുത്ത് കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ ഇവരൊരു ഭയങ്കര ആഡംബര സംഭവമായിട്ടാണ് ഇത് കണക്കാക്കിയിട്ടുള്ളത്. ഞാൻ ഒരാളെ പറഞ്ഞാൽ കൊണ്ടുവരാനുള്ള പരിപാടി, പക്ഷേ അവർ തന്നെ നമ്മളോട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവർക്ക് ബാക്കി ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ തന്നു. വണ്ടിയുടെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. വണ്ടിയുടെ കിലോമീറ്ററൊക്കെ നമുക്ക് കുറച്ച് 1000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു വണ്ടി. അത് അവർ പ്ലാന്റിൽ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ടിരുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, ടാറ്റയുടെ വണ്ടിയാണ്. ഓക്കെ, ഇതൊരു മൾട്ടിപർപ്പസ് വണ്ടിയാണ് കേട്ടോ. വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്യാബിൻ ക്രൂ ഉള്ളൊരു ടൈപ്പാണ്. അതിനപ്പുറം ഇതൊരു നമ്മുടെ ക്യാരി വാഹനമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മൾട്ടിപർപ്പസാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയേക്കിന് തന്നെ നമുക്ക് എന്ത് ചെയ്ത് നല്ലൊരു അടിപൊളി സൂപ്പർ മഴ കിട്ടും. ഓഹ്, എന്താ അതിൻ്റെ ആ സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോണ്ടല്ലോ മനസ്സിങ്ങനെ എന്താ പറയുക, നമ്മുടെ ശരീര രോമങ്ങൾ ഇങ്ങനെ എണീറ്റിക്കും. ഒരു ഭയങ്കര വൈബ് പറഞ്ഞാൽ ഭയങ്കര വൈബായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആ വെള്ളത്തിൽ കൂടെ നല്ല വേനൽ മഴയിലാണ്. അപ്പോൾ ആ വേനൽ മഴയിലൂടെ ഇങ്ങനെ നമ്മൾ നഗരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓഹ്, എന്താ പറയുക, അതിൻ്റെയൊക്കെ അനുഭവിച്ചറിയണം. ഓക്കെ, അങ്ങനെ ഈ ഇതൊരു കുറച്ച് അപ്പുറത്തേക്ക് എത്തിയപ്പോൾ നമ്മളത് മഴ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് പിന്നെ മഴയില്ല. നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയേക്കിനാണ് പിന്നെ ഇത് മഴ തുടങ്ങിയത്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര രസം. ഓക്കെ, അങ്ങനെ നമ്മൾ പിന്നെ നമുക്ക് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ശരിയാക്കേണ്ടതുണ്ട്. വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ കാറ് സാധാരണ കാർ എടുക്കുന്ന പോലെ ഒരു ഫുൾ ഓപ്ഷൻ അങ്ങനത്തെ ഒരു ഓപ്ഷനുകളല്ല. ഇതിനകത്ത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ്. 4x4 4 വീൽ ഡ്രൈവ് ആണ്. അതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ വിദേശങ്ങൾ പോയവർക്ക് അറിയാൻ പറ്റും ഇത്തരം വാഹനങ്ങൾ അവിടെ ഒരു പിന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഒരു മൾട്ടിപർപ്പസ് വാഹനം. യുനൈത്ത് പോലെ, ഹൈലക്സ് പോലെ, പിന്നെ അതോടൊപ്പം തന്നെ വേറെ ഇസുസുവിൻ്റെ ഡിമാക്സിൻ്റെ പോലത്തെ ഒരു വാഹനമാണ്. പിന്നെ പക്ഷേ ഇത് ടാറ്റയുടെ ആണ്. ടാറ്റയുടെ നമ്മളൊന്ന് എടുക്കാനൊരു ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. മറ്റേതൊക്കെ ഇപ്പോൾ ഫോർച്യൂണർ ഹൈലക്സ് ഒക്കെ നമ്മൾ പോയപ്പോൾ 50 ലക്ഷം രൂപയാണ് ഏകദേശം വരുന്നുണ്ട് അതിന് ചിലവ്. പിന്നെ ഇസുസും ഏകദേശം അതിനോട് ഇങ്ങനെ ഒപ്പം കിടപിടിക്കുന്ന വിലയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ ടാറ്റ ആകുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞാൽ റഫ് ആൻഡ് യൂസ് ആണ്. നമ്മുടെ മറ്റേ ഒരു ഹൈലക്സോ അല്ലെങ്കിൽ ടാറ്റ കൊണ്ട് പോയപ്പോൾ നമുക്കത് പിന്നെ മണ്ണിലൂടെയും ഇതിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു മനസ്സൊരു പടപടപ്പായിരിക്കും. ഇത് നമുക്കൊരു റഫ് യൂസിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരെ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് നേരെ മല കയറാനാണ് പോകുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് ഷെഡിൽ കൊണ്ടുപോയി നിർത്താനുള്ളൊരു വണ്ടിയല്ല. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കഴപ്പ് തീർക്കാൻ എന്നൊക്കെ ചിലവർ പറയില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ നമ്മളും അങ്ങനെ തന്നെയാണുള്ളത്. നമ്മളും ഒരു ഹാർഡ് വർക്കായിട്ട് നമുക്ക് ജീവിക്കാനും ഇതിനൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം വാഹനങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നത്. നമ്മളൊരു ആഡംബരം കൊണ്ട് നടക്കാനുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് നമുക്കില്ല. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ
നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. വേറെ ആളുകളുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ല, വേറെ ആളെ കാണിക്കാനും അല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഒഴിഞ്ഞ കുന്നിൻ്റെ മുകളിലേക്കാണ് ആദ്യം പോയത്, ഷോറൂമിൽ നേരെ പോയിട്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരം വണ്ടിയിൽ കളിക്കുമ്പോൾ എന്താ പറ്റും, കുറച്ച് വണ്ടിയിലെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആവട്ടോ. നമ്മൾ അതൊക്കെ ഇതിനകത്ത് ഇതായിട്ടേ പിന്നെ വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ പിന്നെ ഓഫ് റോഡ് വെഹിക്കിളിൽ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും സാധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു ഓഫ് റോഡിൻ്റെ ജീപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറച്ചും കൂടെ ഇങ്ങനെ മെയിൻ്റനൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം നമ്മൾ പുറത്തിറക്കും വരും, അകത്ത് കയറിയിടുമ്പോഴേക്കും നല്ലൊരു സംഖ്യ അതിനകത്ത് വരും. അപ്പോൾ ഇത് വണ്ടികളൊക്കെ വരും, ഇതും വരും. പക്ഷേ എങ്കിലും കുറേ കാര്യങ്ങൾ പിന്നെ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ. അതിൻ്റെ വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ പോയപ്പോൾ നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അടിപൊളി യാത്ര, ആ ഒരു റൈഡ് തന്നെ, ഫസ്റ്റ് റൈഡ് വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തുന്ന റൈഡ് തന്നെ അടിപൊളി ആ ഭാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കയറിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇടവഴിയിലൂടെയൊക്കെ കയറി, മണ്ണിലൂടെ ഇങ്ങനെ ഓഫ് റോഡിലൂടെ ഇരുണ്ട പാതയിലൂടെയൊക്കെ ആയി കയറ്റം. ഓക്കെ, എന്തായാലും മഴയും കൂടെ പോയപ്പോൾ ചളിയും കൂടെ ആയപ്പോൾ നല്ല രസമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ കുറേ വർക്കുകൾ ഇനി ചെയ്യാണ്ട്, ഇനി അതൊക്കെ നമുക്ക് സമയമെടുത്ത് കുറേ ചെയ്യണം. കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ശരിയാക്കേണ്ടത്, അതിൻ്റെ ഒരു പിന്നെ സുന്ദര കുട്ടപ്പനാക്കാനുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി AC ആണ് ഉള്ളത്. പിന്നെ നല്ല എന്താ പറയുക, നല്ല ഹൈറ്റ് അഥവാ ഒരു വീൽ ബേസ് നല്ല ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ 2025 ഇപ്പോൾ മോഡല് പുതിയത്. പിന്നെ റഫ് ആൻഡ് യൂസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മതിയാവില്ല, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുന്നിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മലയിൽ നിന്നും അടുത്ത മലയിലേക്ക് ഇങ്ങനെ ചാടി ആവേശത്തിൽ പോയിക്കൊണ്ടിരിക്കുക. സാധാരണ ഒരു വണ്ടി എടുത്തിട്ട് നമ്മളൊരു ഊട്ടി മൈസൂർ കാര്യങ്ങളൊക്കെ ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ നമ്മളിത് ഫ്രണ്ട്സിനായിട്ട് നേരെ മലമക്കാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഇവിടേക്ക് അടുത്ത മലയിലേക്ക് പോയി. നല്ല നല്ല എന്താ പറയുക, നല്ലൊരു കംഫർട്ടുള്ള മലമക്കൂടുള്ള ഒരു കംഫർട്ടുള്ള യാത്രയായിരുന്നു റൈഡ്. ഓക്കെ, അങ്ങനെ വീണ്ടും പരീക്ഷണത്തിന് നമ്മൾ റോഡിലൂടെ ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിയുള്ളത് നമ്മൾ വീണ്ടും ഒരു പുൽക്കാടുകളും ഇതൊക്കെ നിന്ന ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഭയങ്കര പച്ചപ്പിൻ്റെ ഒരു സ്ഥലമാണ്. നമ്മുടെ നാട് തന്നെയാണ് ഉള്ളത്, അടുത്ത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. മഴ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സന്തോഷം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ കാശ് കൊണ്ട് പിന്നെ ഇതടിക്കുക അതല്ല, നമുക്കൊരു സന്തോഷം. നമുക്കൊരു ഈ അഡ്വഞ്ചർ മേഖലയിലൊക്കെ നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ അതിന് നമ്മൾ സൈക്ലിങ്, അതോടൊപ്പം തന്നെ കുറേ ഒരു ക്ലബ് തന്നെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു മാനസികമായൊരു സന്തോഷവും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ത്രില്ലാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും വെറുതെ ഒരു ഭാഗത്ത് AC ഉള്ളിൽ മിണ്ടാണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിലല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ കൂടെ കിടക്കുന്ന പാറാണ് നമ്മൾ ഒരു എന്താ പറയുക, മലയുടെ മുകളിൽ നിന്ന് നല്ല വെള്ളം, അതേപോലെ തന്നെ ഇതൊക്കെ പുല്ലുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റോഡുകൾ കാണാതെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര രസമാണ്. നമുക്ക് ആകെ ഒരു പേടിയുള്ളത് വല്ല കിണറുകളോ കുഴികളോ ഒക്കെ ഉണ്ടോയെന്നുള്ളൂ. കാരണം താഴോട്ട് കാണില്ലല്ലോ, പുല്ലിൽ കൂടെ ഇങ്ങനെ ചാടിക്കളിച്ച് പോവാണ്. കല്ലുകളോ കാര്യങ്ങളൊന്നും താഴത്തിലൊന്നും കാണില്ല. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മൾ പുതിയ വണ്ടി കൊണ്ട് നമ്മളിങ്ങനെ ഒരു എന്താ പറയാ, സന്തോഷത്തിൻ്റെ ഒരു റൈഡുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും പുതിയ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇനിയും നല്ല നല്ല റൈഡുകളാണ് ഉള്ളത്. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇതിനോട് കൂടെ സന്തോഷിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പുകളിലൊക്കെ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഷെയർ ചെയ്യും ഓരോ യാത്രയുടെ വിശേഷങ്ങൾ. നമ്മളിങ്ങനെ ഒരു യാത്ര ഓരോ ദിവസവും പുതിയ പുതിയ യാത്രയിലാണ് ഉണ്ടാകുക. അതെന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ ഒരു യാത്രയാണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളും അതിൻ്റെ